നാരായണ നാരായണ നാരായണ. ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണന്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന ഒരു രംഗമുണ്ട്. 45-ാമത്തെ അധ്യായത്തിലെ 35, 36 ആയിട്ടുള്ള ശ്ലോകങ്ങളിലായിട്ടാണ് സർവം നരവരശ്രേഷ്ഠൗ സർവവിദ്യാ പ്രവർത്തകൗ സകൃന്നിഗതമാത്രേണ തൗ സഞ്ജഗൃഹ ദുർനൃപ അഹോരാത്രൈശ്ചതുഷ്ട്യാ സംയത്തൗ താവതീ കലാ ഗുരുദക്ഷിണയാചാര്യം ഛന്ദയാമാസ ദുർനൃപ. 64 ദിവസം കൊണ്ട് എല്ലാ വിദ്യകളും നേടി. സാധാരണ യജ്ഞത്തിന് അത്രയേ പറയാറുള്ളൂ. രാമകൃഷ്ണന്മാര് ഈശ്വരന്മാരാണ്. അപ്പോൾ അവർക്കെല്ലാ അറിവുകളും ഉണ്ടെങ്കിലും ഭൗതികമായിട്ടുള്ള അറിവുകളെ ഒരു ഗുരുവിൽ നിന്ന് നേടുക എന്നത് നിയമമാണ്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിശ്ചയിക്കണു. അങ്ങനെ ഉപന്യാധികാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കാശിയിലുള്ള സാന്ദീപനി മുനിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലണു. അവിടെ ചെന്ന് അവര് എന്ത് കേട്ടാലും ഒരു തവണ കേട്ടാൽ അത് മനസ്സിലാവും, ഉറയ്ക്കും അർത്ഥം. രണ്ടാമത് ആവർത്തനം വേണ്ട. രണ്ടാമത് ആവർത്തനം എന്നുള്ളത് അത് ഗുരുവിനെ ചൊല്ലി കേൾപ്പിക്കുക, അത്രേ പതിവുള്ളൂ. അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അങ്ങനെയാണ് പതിവ്. അപ്പോൾ വിദ്യകളെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള ഈ ഈശ്വരന്മാരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാന്ദീപനി ഗുരു 64 ദിവസങ്ങളിലായിട്ട് 64 വിദ്യകള്, കലകള്, അങ്ങനെ പലതും ഉണ്ട്. എല്ലാം കൂട്ടി ചേർത്തതാണത്. അത് മുഴുവൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവര് തന്നെ ഗുരുദക്ഷിണയായിട്ട് ഗുരു എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അത് തിരിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്തു. ചിലത് പറഞ്ഞു കൊടുക്കുക വേണ്ടത്, എന്നുവെച്ചാൽ ചൊല്ലി കേൾപ്പിക്കുക, അതാണ് വേണ്ടത്. സർവം എല്ലാം, നരവരശ്രേഷ്ഠവും ഉത്തമന്മാരായിട്ടുള്ള പുരുഷന്മാര്. അപ്പോൾ എല്ലാവരാലും വരിക്കപ്പെടുന്നവരാണ്, വരേണ്യരാണ്, ശ്രേഷ്ഠന്മാരാണ്. അതേപോലെ സർവവിദ്യ, എല്ലാ വിദ്യകളെയും പ്രവർത്തകവും പ്രചരിപ്പിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. സകൃത്, ഒരു തവണ, നിഗത മാത്രേണ, വെറുതെ ഒന്നങ്ങോട്ട് പറഞ്ഞാൽ മതി, അതുകൊണ്ട് തന്നെ അത് കിട്ടും. ഒരു തവണ കണ്ടാൽ മതി, അത് പഠിക്കും. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തായാലും ശരി അത് മുഴുവൻ പഠിക്കാൻ സാധിക്കും എന്ന് സാരം. തൗ, അവര് സഞ്ജഗൃഹതു, നന്നായിട്ട് തന്നെ മുഴുവനും സ്വീകരിച്ചു, ഉൾക്കൊണ്ടു. അല്ലയോ നൃപ, പരീക്ഷിത് രാജാവേ, ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്, അഹോരാത്രൈഹി, അവിടെ പകലും രാത്രിയും ഒരുമിച്ച് 64 ദിവസവും ഒരുമിച്ച് അവര് ഉറക്കമൊന്നും ഉണ്ടായില്ല എന്നർത്ഥം. ചതുഷ്ഷ്ട്യ, ഇനി അതുകൊണ്ട് കേട്ടോ, ഉറക്കം ഒരു വിദ്യയാണ്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണല്ലോ, ഈ രാത്രി ഉറക്കമൊന്നുമില്ല. അപ്പോൾ അതൊരു വിദ്യയാണ്. അപ്പോൾ അതെങ്ങനെ? ചതുഷ്ഷ്ട്യ, 64 ദിവസം കൊണ്ട് സംയത്തവും. അപ്പോൾ ഏറ്റവും പ്രധാനം അതാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഏകാഗ്ര ചിത്തനായിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യ ഈ 64 ദിവസങ്ങളെ കൊണ്ട് രാവും പകലും ഇരുന്നു കൊണ്ട് ഏകാഗ്രചിത്തന്മാരായിട്ട് താവതീഹി, എത്രയാണോ ഗുരു കൊടുത്തത് അത് മുഴുവൻ. ഇനി ഇവർ സ്വതേ ഗുരുക്കളാണല്ലോ ഈശ്വരന്മാര്. അപ്പോൾ അവരതിൻ്റെ വിശദീകരണം കാണിച്ചാൽ സ്വയമേവ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അത് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും അതൊക്കെ അവിടെ ഉണ്ടായിണ്ടാവും. കലാഹ, അപ്പം അത് കലാപരമായിട്ട്, അതായത് കല എന്നുള്ളതിൻ്റെ അതൊരു ജ്ഞാനകല, അതൊരു കലയാണ്. അറിവ് എന്നുള്ളത് ഒരു കലയാണ്. അങ്ങനെ ഓരോന്നും കലയാണ്. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുക, അതൊരു കലയാണ്. നല്ല കർഷകനാവുക, അതൊരു കലയാണ്. സ്ഥാപത്യം,
അതൊരു നല്ല കലയാണ്. അതുപോലെ ഗ്രന്ഥരചന അതൊരു നല്ല കലയാണ്. ഇങ്ങനെ എല്ലാം കലാപരമായിട്ടാണ്. പക്ഷെ മുഴുവൻ അത് കലയാണോ? അത് കലയാണ് എന്ന് സാരം. അതാണ്, അതൊരു ഘടകം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സകലതും ഈ കലകൾ മുഴുവനും സ്വീകരിച്ചു. എന്നിട്ടോ ഗുരുദക്ഷിണയായിട്ട് ആചാര്യം ഈ ഗുരുവിനെ ഛന്ദയാം ആസതു. ഛന്ദസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ അക്ഷരങ്ങളെ വിന്യാസം ചെയ്ത് ശ്ലോകങ്ങളിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് അങ്ങനെയല്ല. അങ്ങനെയുള്ളതിനെ ആ രീതിയിൽ തന്നെ എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്തത് പഠിപ്പിച്ചു കൊടുത്തു, ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അത് ചെയ്ത് കാണിച്ചു കൊടുത്തു. ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തു, അപ്പോൾ ചൊല്ലി കേൾപ്പിച്ചു കൊടുത്തു. പ്രാണായാമാദി കാര്യങ്ങൾ, ഈ അഷ്ടാംഗ യോഗമൊക്കെ എന്ന് വെച്ചാൽ അത് പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അത് ചൊല്ലുമല്ല വേണ്ട, ഈ പ്രവൃത്തി ചെയ്ത് കാണിച്ചു കൊടുക്കുകയല്ല വേണ്ടത്, സ്വയം അനുഭവിക്കുക വേണ്ടത്. അത് അനുഭവിച്ചു എന്നുള്ളത് ഗുരുവിന് മനസ്സിലായി. എത്ര വ്യത്യാസം ഉണ്ടെന്ന് കണക്കാക്കണം. ഈ മൂന്ന് തരത്തിലാണ് വരിക. മനസ്സ, വചസ, കർമ്മണ, മൂന്ന് തരത്തിലാണ്. പ്രാണായാമാധികാരികൾ സമാധി ഭാഷയിൽ എത്തണമെങ്കിൽ അത് മനസ്സാ. പ്രവൃത്തികളെ ചെയ്തിട്ട് തിരിച്ച് ചെയ്തു കൊടുക്കുന്നത് അത് പ്രവൃത്തി മാർഗം. വാക്കുകൾ എന്നുള്ളത് ചൊല്ലിക്കേൾപ്പിക്കുക. ഇങ്ങനെ ഗുരുദക്ഷിണ കൊടുത്തു എന്നാണ്. ഛന്ദയാം ആസതു. അപ്പൊ ഈ പരീക്ഷിത് രാജാവിനോട് പറഞ്ഞത് ശ്രീ ശുകബ്രഹ്മർഷി 64 ദിവസം കൊണ്ട് വിദ്യയെ കൊടുക്കാൻ സാന്ദീപനി മഹാഗുരുവിനും അതേപോലെ തന്നെ സ്വീകരിക്കാൻ ഈ ഈശ്വരന്മാരായിട്ടുള്ള മാർത്യഭാവത്തിൽ വന്ന രാമകൃഷ്ണന്മാർക്കും സാധിച്ചു എന്നതാണ്. സർവം നരവരശ്രേഷ്ഠൗ സർവവിദ്യാ പ്രവർത്തകൗ സകൃന്നിഗതമാത്രേണ തൗ സഞ്ജഗൃഹദുർനൃപ അഹോരാത്രൈശ്ചതുഷ്ഷ്ട്യാ സംയത്തൗ താവതീ കലാ ഗുരുദക്ഷിണയാചാര്യം ഛന്ദയാമാസ ദുർനൃപ. ഇനി എന്താണ് 64 കല അല്ലെങ്കിൽ ഈ വിദ്യ? അത് ഒന്നിങ്ങനെ പറയാം. അത് പറയാനാണ് ഇപ്പൊ ഈ ശ്ലോകം ഉദ്ധരിച്ചത്. ഗീതം, പാട്ടുപാട്, സംഗീതാത്മകമായിട്ടാണ് മുഴുവൻ താളാത്മക, താളം, ലയം, അങ്ങനെ ഉണ്ടല്ലോ. താളം, ലയം, ഭാവം, ഒന്നും കൂടിയുണ്ട്. ആ 4 ഒരു രാഗം, താളം, ലയം, ഭാവം, അതാണ് ഗീതം. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒന്ന്. ഇനി രണ്ടാമത്തേത് വാദ്യം. അതിന് അകമ്പടിയായിട്ട് പക്കമേളം, പാട്ടാണെച്ചാൽ പക്കമേളം, ഇനി പ്രവൃത്തിയാണെച്ചാൽ അപ്പം അതിനനുസരിച്ചുള്ളതാണ്. ഇപ്പോൾ ചില സഹായങ്ങളാണ് വേണ്ടി വരിക, ചില വസ്തുക്കളാണ് വേണ്ടി വരിക, അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ കണക്കാക്കേണ്ടത്. അതേപോലെ നർത്തനം, അതേപോലെ നാടകം, പിന്നെ ചിത്രരചന, അനവധി ചായക്കൂട്ടുകളെ കൊണ്ട് ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. കഥകളിക്കൊക്കെ നമ്മൾ ചായം തേക്കും. അതേപോലെ ഈ പലതരം പൗഡറുകൾ വിട്ടിട്ടാണല്ലോ ഇപ്പം ഒന്ന് ഡാൻസോ അല്ലെങ്കിൽ മോഹിനിയാട്ടമോ ഒക്കെ ചെയ്യാം. സിനിമയിലായാലും ഒക്കെ നാടകത്തിലായാലും അങ്ങനെയാണ്. അപ്പം അതൊരു വിദ്യയാണ്. പിന്നെ ഈ മുറ്റത്ത് കോലം വരയ്ക്കുക, ഓണത്തിന് നമ്മൾ പൂക്കളിടുക, അതൊക്കെ ഒരു വിദ്യയാണ്. നമ്മൾ പൂജയ്ക്ക് അഷ്ടദള പത്മമൊക്കെ ഇട്ടിട്ട് ഇടാറുണ്ട്, അതൊരു വിദ്യയാണ്. അതേപോലെ 8ാമത്തേത് പുഷ്പശയ്യ ഒരുക്കുക. ഇപ്പോൾ ഭഗവാന് പുഷ്പശയ്യ ആണ് കൊടുക്കുക. നമ്മൾ പീഠസങ്കല്പം ചെയ്തതിന് ശേഷം പൂക്കൾ ഇട്ട്, അങ്ങനെയാണ് മറ്റേ ദർഭാക്ഷതം, പൂവ്. ആ പൂവ് ഇടുന്നത് പുഷ്പശയ്യ ആണ്. നമ്മൾ 2 പൂവ് ഇടാറുള്ളൂ എന്നുള്ളത് അത് നമ്മുടെ പിശുക്കുണ്ട്, നമുക്കറിയില്ല. അതാണ് അതിന് പുഷ്പശയ്യ ഒരുക്കുക എന്നാണ് സ്വതേ. എന്നിട്ട് വേണം പൂമൂടലൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പുഷ്പശയ്യ ഒരുക്കണം, എന്നിട്ട് വേണം ഭഗവാനെ അതിൽ ഇരുത്താനായിട്ട്. അങ്ങനെയൊക്കെയാണ്. അത്രയും മൃദു ആവണം എന്ന് സാരം. അതേപോലെ ഈ ആനയുടെ കൊമ്പ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് അലങ്കരിക്കുക. വസ്ത്രങ്ങൾ, ശരീരങ്ങൾ
ശരീരത്തിൽ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ കുറിക്കൂട്ടുകൾ അങ്ങനെയുള്ള അതായത് സുഗന്ധപൂരിതമാക്കുക. നമ്മളിപ്പോൾ ഒരു വട്ടമൊക്കെ സ്പ്രേ ചെയ്യണില്ലേ എന്ന കൂട്ടത്തിൽ, അതൊരു വലിയ കലയാണ്. അതേപോലെ നിലത്ത് നമ്മൾ രത്നം പതിക്കുക. ഇപ്പോൾ നമ്മൾ ടൈൽസ് ഇടുന്ന കൂട്ടത്തിൽ അത് സാധാരണ നിലത്ത് ടൈൽസ് ഇടുന്ന പോലെയല്ല, കളർഫുള്ളായിട്ട് പ്രത്യേക ഡിസൈനിൽ പിന്നെ ചിത്രങ്ങളുള്ളത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അത് രത്നങ്ങളാ പതിക്കണമെങ്കിലോ ഈ നവരത്നം, 18 രത്നം, 64 രത്നം, ആയിരക്കണക്കിന് രത്നങ്ങളുണ്ട്. അത് നിലത്ത് പതിക്കാം. അപ്പോൾ ഏത് രൂപത്തെ വേണിച്ചാൽ ഈ നിലത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഈശ്വരൻ്റെ ഉണ്ടാക്കാം. അത് കളർ ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ വര പോലെ തന്നെ. അപ്പോൾ അതൊരു വലിയ കലയാണ്. അതൊരു പണിയാണെന്ന് അർത്ഥം. പിന്നെ ഈ കട്ടിലുണ്ടാക്കുക, കോസരി ഉണ്ടാക്കുക അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. കിടക്കൽ പലതരത്തിലുണ്ടേ. അതിൽ കട്ടിലും കോസരിയും ഒന്നും അല്ല കേട്ടോ, അല്ലാതെ രോഗികൾക്ക് കിടക്കാൻ, അങ്ങനെ അനവധി സുഖചികിത്സയ്ക്ക് ഒക്കെ വ്യത്യാസമാണ്. അതേപോലെ ഈ സന്യാസിക്ക് കിടക്കാൻ, അങ്ങനെ പലതും ഉണ്ട്. പഞ്ചഭൂതങ്ങളിൽ ജലശയനം, ഇപ്പം ശയ്യാരചനം ഒരു വലിയ കലയാണ്. പിന്നെ ജലപാത്രത്തിൽ സംഗീതം ഉണ്ടാക്കണ ഒരു വിദ്യ, അത് 12ാമത്തെ വിദ്യ. നമ്മൾ ഈ അനവധി കുപ്പിപ്പാത്രങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ട് അതൊരു കോലുകൊണ്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേക താളവാദ്യമായിട്ട് ഇങ്ങനെ വരും. ജലവാദനം, ഉദകവാദ്യം എന്ന് പറയും. പിന്നെ ഉദകഘാതം, സ്വതേ ഈ നാമൂച്ചിയെ ഇന്ദ്രൻ കൊന്നത് ഉദകഘാതം വഴിയാണെന്ന് പറയാറുണ്ട്. ജലം ചീറ്റിയിട്ട്, ജലമല്ല അവിടെ നൊരാപതയാണ്, എന്നാലും ഈ വെള്ളം തെറിപ്പിക്കുന്ന ഒരു വിദ്യ, അതുകൊണ്ട് ആളെ കൊല്ലാൻ പറ്റുന്ന. അതേപോലെ ചായക്കൂട്ടുണ്ടാക്കുന്ന ചിത്രയോഗം, മറ്റേ ചായം നിർമ്മിക്കാൻ കുറച്ച് പണിയുണ്ട്, ഇന്നത്തെ പെയിൻറ്റില്ലേ, അതെ. അതേപോലെ ഇപ്പം ഈ കഥകളിക്കൊക്കെ ഇത് അതാ ചായം ശരിക്കും ഉണ്ടാക്കിയിട്ടില്ല വെച്ചാൽ മേല് പൊള്ളി എന്താ ഉണ്ടാവുക, അങ്ങനെ പലതും ഉണ്ട്. നല്ലോണം ശ്രദ്ധിക്കാണ്ട്, പോവാനും പാടില്ല, കളർ നിലനിൽക്കണം. ഇപ്പോൾ വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ വരെ നിൽക്കേണ്ടി വരും ചിലതൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലോണം മനസ്സിരുത്തണം. അതേപോലെ ഈ മാലകൾ ഉണ്ടാക്കുക, പൂച്ചെണ്ട് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഒരു ബിംബങ്ങൾക്ക് മാല ഉണ്ടാക്കുക. ഈ അമ്പലവാസികൾ മാല ഉണ്ടാക്കുമല്ലോ, അപ്പം അത് ഒരു വലിയ കലയാണ്. നല്ല ഉണ്ടമാല, മറ്റേ സാധാരണ മാല, അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പൂക്കൾ ചേർത്തിട്ടുള്ള മാല, ഒറ്റ തരം പൂവ്, അങ്ങനത്തെ മാല, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ആലങ്കാരിക മാലയുണ്ട്, ഈ ബിംബത്തിന് ചാർത്തേണ്ട മാലയുണ്ട്. അതേപോലെ മനുഷ്യർക്കും കല്യാണത്തിനുള്ള മാല അങ്ങനെയല്ലേ. ഇനി കിരീടം, തലപ്പാവ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കൽ. പിന്നെ അണിയറയിൽ വേഷങ്ങൾ ഇങ്ങനെ മാറുക, അങ്ങനെ അതൊരു വലിയ വേഷം അണിയിക്കൽ. പച്ചവേഷമായാലും കത്തി വേഷമായാലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം അത് നാടകത്തിനായാലും ഓരോന്നിനും ഒക്കെ വ്യത്യാസമുണ്ട്, വിവാഹത്തിന് ഇല്ലേ. അതേപോലെ കർണാഭരണങ്ങൾ, അത് പ്രത്യേകമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ജമിക്കിയും കുട്ടിയായാലും ശരി, ഈ ഒരു ഒറ്റരത്നം പിടിപ്പിച്ചതായാലും ശരി, ഒരു മോതിരം പോലെ ഒരു തൂക്കിയിട്ടാലും ശരി. അപ്പോൾ കർണാഭരണത്തിന് ഭഗവാന്റെ മകരകുണ്ടലം, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്, അത് ഉണ്ടാക്കല്. പിന്നെ സുഗന്ധക്കുറിക്കൂട്ടുകൾ പ്രത്യേക രീതിയിൽ ചാർത്തുക. അതേപോലെ ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്ന, പണ്ടായാലും വളയായാലും മോതിരായാലും കടകായാലും ഈ പൊന്നരഞ്ഞാണായാലും നീപ്പോലും ചിലമ്പായാലും അങ്ങനെയല്ലേ, പലതും ഉണ്ട്. അതേപോലെ ഇന്ദ്രജാലം, പിന്നെ വേഷം മാറുക, അതൊരു പ്രത്യേക കലയാണത്, നല്ല വിദ്യ. ഇന്ദ്രജാലത്തിലെ മറ്റൊരു ഇതാണ് വേഷം മാറൽ. ആണ് പെണ്ണാവും, മോഹിനി ആയിട്ട് മാറിയില്ലേ. ഭഗവാൻ മോഹിനി വേഷം കിട്ടിയപ്പോൾ സ്ത്രീ അല്ല എന്നൊരാൾക്ക് പറയാൻ പറ്റിയില്ല, അതാണ്. പിന്നെ കൈയടക്കം, നമുക്ക് സാധാരണഗതി നമ്മുടെ കയ്യിൽ കൊള്ളുന്നത് അത് അടക്കമൊന്നും വേണ്ട, അത് കൈ പിടിക്കുക അത്രേ വേണ്ടൂ. പക്ഷെ അതിൻ്റെ ഒരു 100 ഇരട്ടി കയ്യിൽ ഒതുക്കാൻ പറ്റും, അതാണ് കൈയടക്കം. വിദ്യകൾ പലതും.
പിന്നെ പല പ്രവർത്തികളും കൈയടക്കം എന്നുള്ളതിലവിടെ ചില കൊത്തുപണികൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ വെച്ച് പെയിൻറ്റിങ് ഒക്കെ ഈ നല്ലോണം വിഷം കണ്ട് പത്മടച്ചാൽ നല്ലോണം കൈയടക്കം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതേപോലെ പലവിധം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുക, നമ്മൾ സദ്യ പാചകകല അത് വലിയ കലയാണല്ലോ, ഊണ് കഴിക്കുമ്പോഴും ബേക്കറികൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ. പിന്നെ പലതരം പാനീയങ്ങൾ, ഈ കുപ്പി പാനീയങ്ങളായാലും ശരി, അതല്ലെങ്കിൽ നമ്മൾ മറ്റേ സംഭാരം കൂട്ടലും, അതേപോലെ അർഘ്യപാദ്യ ആചമനീയങ്ങളൊക്കെ സ്വതേ പാനീയങ്ങളാണ്. അപ്പോൾ അതൊക്കെ പാനീയങ്ങളാണ്. ഇപ്പോൾ ചായ ആയാലും കാപ്പി ആയാലും ഒക്കെ പാനീയം തന്നെയാണ്. ഈ സർവത്തുകൾ അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഈ തയ്യൽ, നെയ്ത്ത് അതൊരു നല്ല കലയാണ്, അത് എത്ര വേണമെച്ചാൽ വിസ്തരിക്കാം. പിന്നെ കനം കുറഞ്ഞ നൂലുകൊണ്ട് ഈ പാവകളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു ഏർപ്പാടുണ്ട്, പാവക്കൂത്ത്. അതേപോലെ വാദ്യം വായിക്കുക എന്ന് വെച്ചാൽ വീണ ആയാലും ശരി, തുകൽ വാദ്യമായാലും ശരി, പാണി ആയാലും ശരി, അതൊക്കെ പ്രത്യേകം പ്രത്യേകം വായിക്കുക. ആ വായിക്കൽ ഒരു കലയാണ്. സുഷിരം, അതേപോലെ കമ്പി, ഇപ്പോൾ വീണയും ഗിത്താറൊക്കെ കമ്പിയാണ്. അതേപോലെ തുകൽ, ഈ ചെണ്ട, മൃദംഗം, മറ്റേ എടയ്ക്ക ഒക്കെ വ്യത്യസ്തമാണ്. ആസുരവാദ്യവും മറ്റൊക്കെ ദേവവാദ്യമൊക്കെ വ്യത്യാസമുണ്ട്. അതേപോലെ പാണി എന്നുള്ളത് ഈ ഇലത്താളം, പാണി അതൊക്കെ ലോഹങ്ങളെ കൊണ്ടാണ്. ഇങ്ങനെ 4 തരത്തിലുള്ള വാദ്യം എന്നാണ് പറയുക. അപ്പോൾ അത് വായിക്കൽ വലിയൊരു കലയാണ്. പിന്നെ കടങ്കഥകൾ ഉണ്ടാക്കിയിട്ട് പറയുക, അത് ഉത്തരം മുട്ടിക്കുക, അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓർമ്മ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അക്ഷര ശ്ലോകാദികൾ, ഒരു ശ്ലോകം ചൊല്ലുക, വേറൊരു ശ്ലോകം ചൊല്ലുക, അങ്ങനെ. പിന്നെ 30-ാമത്തെ, മറ്റുള്ളവർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിൽ വാചകങ്ങൾ ഉണ്ടാക്കുക. അതായത് വ്യംഗ്യമായിട്ട് അർത്ഥം കിട്ടണം, ശ്ലേഷമായിട്ട്, അങ്ങനെയല്ലേ. ഒരു വാചകം പറഞ്ഞാൽ അതല്ല, വാച്യാർത്ഥമല്ല, മറ്റൊരു അർത്ഥം അതിൽ കിട്ടണം. രാജാക്കന്മാരൊക്കെ ഈ 6 തരത്തിൽ ഇങ്ങനെ വാചകങ്ങൾ പ്രയോഗിക്കാറുണ്ട് എന്നാണ്, അത് ഭാഷയാണ്. അതേപോലെ ഗ്രന്ഥങ്ങൾ വായിച്ച് അവതരിപ്പിക്കുക. നമ്മൾ കലാപരമായിട്ട് പറയുമ്പോൾ വില്ലടിച്ചാമ്പാട്ട് അതൊരു രീതിയിലാണ്, കഥാപ്രസംഗം അതൊരു രീതിയിലാണ്. അതേപോലെ ലഘു നാടകങ്ങൾ അവതരിപ്പിക്കൽ, നാടകങ്ങൾ അവതരിപ്പിക്കൽ നല്ലൊരു കലയാണ്. പിന്നെ സമസ്യാപൂരണം 33-ാമത്തെ. 34-ാമത്തെ ഒരു അമ്പും വില്ലും ഒക്കെ ഉണ്ടാക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. ആയുധ നിർമ്മാണം എന്ന് കൂട്ടുക. അതേപോലെ ഈ പമ്പരം കറക്കുന്ന തർക്കൂകർമ്മം, അതൊരു പ്രത്യേക ഒരു ശിക്ഷയാണത്, ഒരു വിദ്യാഭ്യാസമാണ്, ഒരു കലയാണ്. അതേപോലെ തച്ചുശാസ്ത്രം, പിന്നെ വാസ്തുവിദ്യ, ഭൂമിയുടെ കിടപ്പ്, അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പിന്നെ വെള്ളി, രത്നം ഇതൊക്കെ അതിൻ്റെ ശുദ്ധി പരിശോധിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. അതേപോലെ അത് ഏത് തരത്തിൽ, ഇപ്പോൾ ഏതാ വൈഡൂര്യാണോ വജ്രാണോ എന്ന് പറയാൻ പറ്റണ്ടേ. അതേപോലെ ധാതുക്കൾ, ഇപ്പോൾ ഭൂമിയുടെ അടിയിൽ ഇരുമ്പ് തൊട്ടുള്ള സ്വർണം, ഇരുമ്പ്, വെള്ളി എവിടെയൊക്കെ ഇരിക്കുന്നത് ഒക്കെ കണ്ടുപിടിക്കുക. പിന്നെ രത്നങ്ങൾക്ക് നിറം കൊടുക്കുന്നതായിട്ടുള്ള വിദ്യ, അതായത് രത്നം കൃത്രിമമായിട്ട് നമുക്ക് നിറം കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരു വിദ്യ ഉണ്ട്. പിന്നെ ധാതുവിനെ പരീക്ഷിക്കുക, എത്ര ക്യാരറ്റ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ. രത്നം, ഈ സ്വർണം ഒക്കെ 22 ക്യാരറ്റ് എന്നൊക്കെ പറയുമ്പോൾ 24 ക്യാരറ്റ്, തനി തങ്കാണ് എന്നൊക്കെ പറയില്ലേ. പിന്നെ സസ്യങ്ങളിൽ നിന്ന് ഔഷധങ്ങൾ, വൃക്ഷായുർവേദം വളരെ പ്രധാനപ്പെട്ട, ആ വൃക്ഷായുർവേദം കൊണ്ടാണ് അത് മനുഷ്യരിലേക്ക് എങ്ങനെ മരുന്നാക്കി മാറ്റണം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ആട്, കോഴി അതിനെ കൊണ്ടൊക്കെ യുദ്ധം ചെയ്യിക്കുക, അതൊരു ലാവക യുദ്ധവിധി, കുക്കുട ലാവക യുദ്ധവിധി എന്നൊക്കെ പറയും, മേഷകുക്കുട ലാവക യുദ്ധവിധി. പിന്നെ ഈ തത്തകളെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കുക, തത്ത മാത്രമല്ല മറ്റു പലതും ഉണ്ട്.
സംസാരിപ്പിക്കും. അതൊരു വലിയ വിദ്യയാണ്. പിന്നെ കുഴമ്പ് ചികിത്സ. ചികിത്സകളിൽ പെട്ടത് പലതും ഉണ്ട്. ഇതിപ്പോൾ ഈ മർമാണി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇതിലാണ് വരിക. പിന്നെ കേശാലങ്കാര വിദ്യ. നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ കണ്ടിട്ടില്ലേ, മുടി എങ്ങനെയൊക്കെ കോതി വെക്കണം, അതങ്ങനെ പലതിലും ഉണ്ട്. നാടകത്തിലൊക്കെ പ്രത്യേകം വലത്തോട്ട് മുടി താത്തിയിട്ട് അങ്ങനെ നടക്കണ ബ്രാഹ്മണരുടെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടോ. അതേപോലെ പിന്നിക്കുടുമ, അതേപോലെ സ്ത്രീകൾക്ക് ധാരാളം കേശാലങ്കാരങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട്. പിന്നെ ഒരാളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്നുള്ളത് അത് കാണാണ്ട് പറയുക. ഗ്രന്ഥം വായിക്കാതെ കണ്ട് എന്താ ഉള്ളത് അത് പറയുക. അതേപോലെ ഈ കള്ളന്യായം പറഞ്ഞിട്ട് അതൊരു ചീത്ത പ്രവൃത്തിയാണ്. ഈ ദുഷ്ടലാക്കോട് കൂടിയിട്ട് അങ്ങനെ പലതും പറയുക. എന്നിട്ട് ആ കാര്യത്തെ സാധിപ്പിച്ചെടുക്കുക. അതിന് പൈസ വാങ്ങി എന്താ വെച്ചാൽ കുതർക്കം, അന്യായം അത് പറഞ്ഞിട്ട് ആ കാര്യത്തെ അങ്ങോട്ട് നേടുക. സ്വയം നേടാം, അന്യർക്ക് നേടിക്കൊടുക്കാം, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഭാഷാ പഠനം, അനവധി ഭാഷകളെ പഠിക്കുക. പിന്നെ പൂക്കളെ കൊണ്ട്, മറ്റേ ഇലകളെ കൊണ്ട്, ഇങ്ങനെയൊക്കെ ചില വാഹനങ്ങൾ നിർമ്മിക്കാം. അതൊരു പ്രത്യേക കളിവാഹനങ്ങൾ. പിന്നെ ഈ സുഡോക്കു, ചതുരക്കള്ളിയിൽ അനവധി കള്ളികൾ, 64 കള്ളി, അതിലിങ്ങനെ അക്കങ്ങൾ എഴുതിയിട്ട് അതെങ്ങനെ കൂട്ടിയാലും ഒരേപോലെ കിട്ടുക. ഇങ്ങനെ മാന്ത്രിക ചതുര നിർമ്മാണം, യന്ത്രമാതൃക. പിന്നെ ഈ രക്ഷായന്ത്രങ്ങൾ, നമ്മൾ ഏലസൊക്കെ ചെയ്യില്ലേ, അതേപോലെ അത് കവചമായിട്ട് ചെയ്യുന്നത് രക്ഷായന്ത്രങ്ങൾ. പിന്നെ സംഭാഷണ കല, എല്ലാവരും ഇപ്പോൾ പ്രഭാഷണം ഒരു കലയാണ്. അതേപോലെ വാദപ്രതിവാദങ്ങൾ, തർക്കം, ഇതൊക്കെ വലിയ കലയാണ്. നന്നായിട്ട് പറയാം. ഈ ചതുരഭാഷണം അങ്ങനെയല്ലേ, അതൊരു വലിയ കലയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കും. ചുണ്ടിയെടുത്ത് പറയലും നല്ല സാമവാക്കുകളെ കൊണ്ട് അങ്ങനെയല്ലേ. പിന്നെ മനസ്സുകൊണ്ട് കൃത്രിമമായിട്ട് ശ്ലോകങ്ങളെ ഉണ്ടാക്കുക. അതായത് ഒരു കാര്യത്തെ കിട്ടിയാൽ അതിനെ അങ്ങോട്ട് ശ്ലോകമാക്കുക. അതൊരു സാഹിത്യപരമായിട്ടുള്ള ഒരു കലയാണ്. അതേപോലെ ഗ്രന്ഥരചന, ഒരു ശരീരശാസ്ത്രം അറിഞ്ഞുകൊണ്ട് ഭിഷഗ്വരന്മാർ ചികിത്സിക്കുമ്പോൾ അവരെന്തെങ്കിലും പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ചു വെച്ചാൽ അതും പ്രത്യേകമായിട്ട് പറയുന്നു. അതൊരു വിദ്യ. അത് ശ്ലോകമാക്കിയിട്ട് മാറ്റുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതേപോലെ അഷ്ടാംഗ ഹൃദയമൊക്കെ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതാവും, അതിലെത്രയോ കൂട്ടിച്ചേർക്കലുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ആവുമായിരിക്കാം. ഏതായാലും അത് വലിയൊരു കഥയാണ്. അതേപോലെ നിഘണ്ടു ഉണ്ടാക്കൽ, പിന്നെ ക്ഷേത്ര നിർമ്മാണം, അത് വലിയൊരു കലയാണ്. പിന്നെ ഒരു തുണി അതിനെ മറ്റൊരു തുണിയാക്കുക. ഇപ്പം നമ്മൾ പട്ട് ധാരാളം ചിത്രപ്പണികൾ ചെയ്തിട്ട് അതിനെ പല അലുക്കുകളൊക്കെ പിടിപ്പിച്ച് വേറൊരു രീതിയിൽ ചായം തേച്ച് വേറൊരു തുണിയാക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചൂതാട്ടങ്ങൾ, ചൂതുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം പെടും. ഏത് തരത്തിൽപ്പെട്ടതായാലും നിസ്സാരം, അതാണ്. പിന്നെ ചൂതുകളി പഠിപ്പിക്കുക, അങ്ങനെയുണ്ട്. അതേപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക. പിന്നെ ഈ നിഗൂഢ ശക്തി കൊണ്ട് ഈ അച്ചടക്കം വരുത്തുക. അതായത് ഇപ്പോൾ രാജാവിന്, അതുപോലെ രാജാവിൻ്റെ ചില ഉപദേശികളായിട്ടുള്ള ബ്രാഹ്മണർ, ഇപ്പോൾ ചാണക്യൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ചില ചക്രവർത്തിമാർ, ഇപ്പോൾ ഭോജരാജാവിൻ്റെ കുറ്റം തെളിയിച്ച് കുറ്റത്തെ എപ്രകാരത്തിലാണ് ശിക്ഷിക്കേണ്ടതെന്നുള്ള ആ ഒരു ശാസ്ത്രം, അത് ഭോജരാജാവിൻ്റെ കഥ പ്രത്യേകം തന്നെ. അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ പലതും. ഈ ഭൂമിക്കടിയിൽ എന്തൊക്കെയുണ്ട്, കടലിൻ്റെ അടിയിൽ എന്തൊക്കെയുണ്ട്, ആകാശത്ത് എന്തൊക്കെയുണ്ട്, പലതും അറിഞ്ഞു വരും. ഇപ്പോൾ ഈ
അഷ്ടാംഗ യോഗങ്ങളൊക്കെ സ്വീകരിച്ച് പഠിച്ച് അല്ലെങ്കിൽ 23 സിദ്ധികളൊക്കെ കൈവന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഒരു ഈശ്വര ഭാവമാണ്. അതേപോലെ അതിന് വിജയം നേടാനുള്ള ഒരു വൈജയികീ വിദ്യ. വിജയിക്കും. യുദ്ധത്തിലായാലും വേണ്ടില്ല, വാഗ്വാദത്തിലായാലും വേണ്ടില്ല, എല്ലാ സ്ഥലത്തും വിജയിക്കും. അതേപോലെ ഈ യജമാനനെ പാട്ടുപാടി ഉണർത്തുക രാവിലെ. സൂതമാഗത വന്തികൾ ചെയ്യാറില്ല എന്ന കൂട്ടത്തിൽ അതൊരു വിദ്യയാണ്. ഇങ്ങനെ 64 വിദ്യകൾ ഭഗവാൻ പഠിച്ചു. 64 കലകളായിട്ട്, കലാപരമായിട്ട് പഠിച്ചു എന്നാണ്. അപ്പോൾ എന്തൊക്കെ വിദ്യകളാണ്, എന്തൊക്കെ അർത്ഥങ്ങളാണ് ഭാഗവതത്തിൻ്റെ ഉള്ളിലുള്ളത്? അപ്പോൾ ചിലത് വിസ്തരിച്ച് പറയാൻ സാധിക്കില്ല, ചിലത് വിസ്തരിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ വിസ്താരവും ചുരുക്കവും ഈ സപ്താഹങ്ങൾക്ക് പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഓരോരുത്തർ, ഇതിപ്പോൾ ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഈ 64 എണ്ണം പഠിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. ഒരു ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത്, ഈ 64ൻ്റെ വിപുലീകരണങ്ങൾ ധാരാളമുണ്ട്. അപ്പം അതിൽ ഇന്നതെന്ന് പ്രത്യേകമായിട്ട് അതറിയുന്നവർ അതിനെ വ്യാഖ്യാനിക്കും. അതാണ്, അത് മുഴുവൻ ഭഗവാൻ ഇങ്ങനെ പഠിച്ചു എന്നാണ്. സർവം നരവരശ്രേഷ്ഠൗ സർവവിദ്യാ പ്രവർത്തകൗ സകൃന്നിഗതമാത്രേണ തൗ സഞ്ജഗൃഹ ദുർനൃപാം അഹോരാത്രൈ ചതുഷ്ഷ്ട്യാ സംയത്തൗ താവതി കലാ ഗുരുദക്ഷിണയാചാര്യം ചന്തയാമാസ ദുർനൃപാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വിദ്യ പൂർണ്ണമായിട്ട് പഠിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ 64 വിദ്യകളും പൂർണ്ണമായിട്ട് പഠിച്ചു 64 ദിവസങ്ങളെ കൊണ്ട്. അതാണ് ഭഗവത്വം. അപ്പോൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. ശ്രീ ഗുരുവായൂരപ്പ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ.